നമ്മുടെ മൊബൈലിനകത്തുള്ളൊരു ആഫ്റ്റർ എഫക്ട്സ് ആണ് നോട്ട് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത്. ഈ വീഡിയോ എഡിറ്റർ വെച്ച് നിങ്ങൾക്ക് ബേസിനകത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കളർ ഗ്രേഡിങ്ങും 3D വർക്ക്സും ഓഡിയോ എഡിറ്റിങ്ങും അങ്ങനത്തെ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്തും ആപ്പ് സ്റ്റോറിനകത്തും അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാണ് നോട്ട് വീഡിയോ എഡിറ്ററിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു VN അല്ലെങ്കിൽ CapCut-നകത്തൊക്കെ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ എഡിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഇതുപോലെ ഈ ഒരു വ്യൂവിൽ, അതായത് ഒരു പോർട്രേറ്റ് വ്യൂവിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ തല തിരിച്ചിട്ട് ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഒക്കെ കാണുന്ന രീതിയിൽ കൈൻ മാസ്റ്ററിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ തല തിരിച്ചിട്ട് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഏത് വേണോ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വ്യൂ തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ സെറ്റിങ്സിനകത്ത് പോയിട്ട് ഈ ലോക്ക് സ്ക്രീൻ ഓറിയൻറ്റേഷൻ ഓണാക്കി കൊടുത്ത് കഴിഞ്ഞാൽ മതി. ഇപ്പോൾ ആ സ്ക്രീൻ ഓറിയൻറ്റേഷൻ സെറ്റ് ആകുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് രീതിയിൽ എഡിറ്റ് ചെയ്യാം ഈ വീഡിയോ. ഒന്നെങ്കിൽ നോർമലി നമുക്ക് സാധാരണ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മിനി മോഡ് ഉണ്ട്. മിനി മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നോട്ട് വീഡിയോ എഡിറ്റർ ഉപയോഗിക്കുന്നത് വെറും കളർ ഗ്രേഡിങ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ കളർ ഗ്രേഡിങ് ഓപ്ഷൻ ഞെക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ കളർ ഗ്രേഡിങ് മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ എനിക്ക് ഈ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്യുന്നപ്പോൾ സ്ലോ മോഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഒരു കാര്യം മാത്രം, ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു കാര്യം മാത്രം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിലായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ, സാധാരണ രീതിയിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ്സൊക്കെ ഞെക്കിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രൊജക്ട് സെറ്റിംഗ്സ് കണ്ടുപിടി ഒരു സാധനം ഓണായിട്ട് കാണാം. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ PC-യിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രീമിയറിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊജക്ട് സെറ്റിംഗ്സ് ആദ്യം തന്നെ വരും. അപ്പോൾ അതുപോലെ വരുന്നൊരു സംഭവമാണിത്. ഈ പ്രൊജക്ട് സെറ്റിംഗ്സ് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വേണം എന്നുള്ളത് അങ്ങനെയല്ല സംഭവമല്ല. ഇതാദ്യം തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റിംഗ് ടാബിൽ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊജക്ട് സെറ്റിംഗ്സ്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ളത് വേറത്. ഓക്കെ, ഇത് രണ്ടും വേറെതാണ്. അപ്പോൾ ഈ പ്രൊജക്ട് സെറ്റിംഗ്സ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ പ്രൊജക്ട് സെറ്റിംഗ്സിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വീഡിയോ എഴുതുന്നതിനകത്തേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ്സേക്ക് ഞെക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ കാണാം. അതിൽ മീഡിയ ഞെക്കുക, എന്നിട്ട് വീഡിയോ ഞെക്കുക. വീഡിയോയ്ക്ക് വീഡിയോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇമേജൊക്കെ ഫോട്ടോ ആഡ് ചെയ്യാം. അതുപോലെ ഓഡിയോ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് കൂടെ ലോഡ് ഫ്രം ഫയൽ വയ്ക്കാൻ മതി. അതുപോലെ നിങ്ങളുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോനകത്തുള്ള ഓഡിയോ ആണ് എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ ആയിട്ട് ഓഡിയോ ഫ്രം വീഡിയോ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഒരു വീഡിയോ ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഒന്നും ഇവിടെ കണ്ടില്ല. അപ്പോൾ അത് സെലക്ട് ആയിട്ടാണുള്ളത്. അപ്പോൾ അത് സെലക്ട് ആവാണ്ട് വരുത്തണമെങ്കിൽ റൂട്ട് ചെയ്യാൻ മതി. അപ്പോൾ ആ വീഡിയോ സെലക്ട് ആയിട്ടില്ല. വീഡിയോ ക്ലിക്ക് ചെയ്താൽ വീഡിയോ സെലക്ട് ആയി. അങ്ങനെയാണ് സംഭവം. ഓക്കെ, അതുപോലെ രണ്ടാമതൊരു വീഡിയോ ഒന്നും കൂടി ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ രണ്ട് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇവിടെ വന്നു, എന്നിട്ട് രണ്ടാമത്തെ വീഡിയോ ഇടത്തെ സൈഡിലേക്ക് മാറി. കണ്ടില്ല? അതുപോലെ നിങ്ങൾ ഏത് വീഡിയോ ആഡ് ചെയ്യുന്നു അതൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതാണ്. ആദ്യത്തെ വീഡിയോ റൈറ്റ് സൈഡിലേക്ക് നീങ്ങുന്നതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആദ്യത്തെ വീഡിയോ, ഇതാണ് രണ്ടാമത് അടിച്ച വീഡിയോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറുന്നതാണ്. അങ്ങനെയാണ് സംഭവം ഉള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ രണ്ട് വീഡിയോയും ഒരുമിച്ചാണുള്ളത്. ഈ വീഡിയോയും ഒരുമിച്ചാണുള്ളത്. അപ്പോൾ എനിക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഞെക്കുക. അതൊക്കെ എനിക്ക് ഇതിൻ്റെ ലെയർ മൊത്തത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് വീഡിയോ ആണ് എനിക്ക് ഫസ്റ്റ് കാണിക്കേണ്ടത്. ഈ സെക്കൻഡ് എടുത്ത വീഡിയോ ഉണ്ടല്ലോ, ആഡ് ചെയ്ത വീഡിയോ, അതെടുത്ത് എനിക്ക് രണ്ടാമതായിട്ട് കാണണം. അപ്പോൾ ഈ സെക്കൻഡ് വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല ഇവിടെ വൈറ്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം ഇവിടെ ഉണ്ടല്ലോ, ഈ വാട നീക്കിയിട്ട് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല ഫിക്സായി. ഇവിടെ നിങ്ങൾക്ക് പ്രിവ്യൂവിൽ കാണാവുന്നതാണ്, ഫിക്സായി. അപ്പോൾ ഇവിടെ ഈ റൂട്ട് ആക്കി കഴിഞ്ഞാൽ ഒറ്റ വീഡിയോ സെലക്ട് ആവത്തില്ല. എന്നിട്ട് ഞാൻ ഫസ്റ്റ് മുതൽ ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കണ്ടില്ല ആ ഫസ്റ്റത്തെ വീഡിയോ വന്നു, രണ്ടാമത്തെ വീഡിയോ വന്നു. നമ്മൾ സാധാരണ CapCut-എന്നൊക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ ലെയർ ഇങ്ങനെയാണ്, ഇതിൻ്റെ ലെയർ ഇങ്ങനെയാണുള്ളത്. ഓക്കെ, എവിടെ നിന്നാണ് ഇങ്ങനെ ലെയർ സെറ്റ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ആദ്യത്തെ വീഡിയോ. ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഈ സിസർ ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കട്ടാകുന്നതാണ്. എന്നിട്ട് എനിക്ക് ഈ ആദ്യത്തെ പാർട്ട് ഡിലീറ്റ് ചെയ്യണം. ഈ പാർട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിയോട് ക്ലിക്ക് ചെയ്ത് ആ ഭാഗം ഡിലീറ്റ് ആയി. അപ്പോൾ ഈ തുടക്കത്തിൽ ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ, തുടക്കത്തിൽ ബ്ലാക്ക് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ വീഡിയോ വന്നു. അതുപോലെ രണ്ടാമത്തെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ വീഡിയോ വന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് കട്ടിങ്ങും
വീഡിയോ ആഡ് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് ഇപ്പം പരിചയപ്പെടുത്തുള്ളത്. അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാബൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ലാഗ് കാണും നോഡ് വീഡിയോ എഡിറ്ററിനകത്ത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നല്ല ഹെവി ആയിട്ടുള്ള എഡിറ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ, അതായത് സെക്കൻഡ് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇതാണ് സെക്കൻഡ് വീഡിയോ. ഫസ്റ്റ് വീഡിയോ ഇതാണ്, സെക്കൻഡ് വീഡിയോ ഇതാണ്. വീഡിയോ 1 കണ്ടല്ല, എൻ്റെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ലാഗ് വരുന്ന കാണാം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിവ്യൂ റെസൊല്യൂഷൻ 15% ആയിട്ടത്. ഇതിപ്പോൾ 10% കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്വാളിറ്റി നല്ല രീതിയിൽ കുറയുന്ന കാണാം. പക്ഷേ നല്ല രീതിയിൽ സ്പീഡായിട്ട് വരുന്ന കാണാം. എസ് 100% ഇട്ട് നോക്കിയോ, നല്ല രീതിയിൽ ലാഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രിവ്യൂ റെസൊല്യൂഷൻ, ഇതിൻ്റെ ക്വാളിറ്റി, ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ക്വാളിറ്റി കുറക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്യാം. ഇത് എക്സ്പോർട്ട് ചെയ്ത സമയത്ത് ഇത് ബാധിക്കത്തില്ല. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഈ പ്രിവ്യൂ റെസൊല്യൂഷൻ 10% ആദ്യം തന്നെ ഇട്ട് വെക്കുക, അതാണ് നിങ്ങളത് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ +, ഞെക്കുക, വീഡിയോ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെയാണ് സംഭവം ഉള്ളത്. ഇനി ഞാനൊരു ഓഡിയോ ആഡ് ചെയ്യാം. ലോഡ് ഫ്രം ഫയൽ വെക്കുക. ഇപ്പോൾ ഒരു ഓഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഓഡിയോ എവിടെയാണ് വന്നിട്ടുള്ളതെന്ന്, അതായത് വീഡിയോയുടെ ഏത് ഭാഗത്താണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ റൂട്ട് ഞെക്കിയാൽ മതി. അപ്പോൾ ഈ കണ്ടില്ല, വീഡിയോ ഇത്രയേ ഉള്ളൂ, ഓഡിയോ ഒരുപാടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ഭാഗം വരെ മാത്രം വരണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം പ്ലേ ചെയ്ത് വീഡിയോ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് എടുക്കുക, അല്ല കുറച്ച് അങ്ങോട്ടേക്ക് എടുത്തിടുക, എന്നിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ രണ്ടാമത്തെ ഭാഗം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു, എന്നിട്ടും കുറച്ച് ബാക്കിയില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് വീഡിയോന് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ സെറ്റായി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ സെറ്റായി വന്നിട്ടുണ്ട്. വീഡിയോ ഓഡിയോവും കറക്റ്റ് ഫിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവം ഉള്ളത്. എന്നിട്ട് ഈ ഓഡിയോ ആണെങ്കിൽ കുറച്ച് കുറയ്ക്കണമെങ്കിൽ വോളിയം കുറയ്ക്കണമെങ്കിൽ കൂട്ടാനൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് ഓഡിയോ ആഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് +, ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് എഡിറ്റിംഗ് ടാബുകളൊക്കെ ഉണ്ട്. മാസ്ക് ചെയ്യാം, അതുപോലെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെപ്പറ്റി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം തന്നെ കുറച്ച് ടൈം കൂടിയിട്ടുണ്ട്. ഇനി അധികം പറഞ്ഞ് ഞങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പിന്നെ +, ഞെക്കിയിട്ട് ഒരുപാട് എഡിറ്റിംഗ് ടാബുകളൊക്കെ ഉണ്ട്. ഈ വീഡിയോ മെയിനായിട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാനിപ്പോൾ ആഡ് ചെയ്ത് വെച്ച് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എഡിറ്റ് ചെയ്യണത് വീഡിയോ എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ അടിയിലുള്ള എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പോർട്ട് ടാബാണിത്. ഇപ്പോൾ റെസൊല്യൂഷൻ ഇപ്പോൾ 180 വരെയാണ് എൻ്റെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓരോ ഫോണിൽ ഇപ്പം നല്ല പവർഫുൾ ആയിട്ടുള്ള ഫോണാണെങ്കിൽ 4K ഒക്കെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഇതിൽ വെരി ഹൈ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ FPS വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് 16 ആണോ അങ്ങനെ ആഡ് ചെയ്യാറോ. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പ്ലേ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആവുന്നതാണ്. ഓക്കെ, അതേ സ്ഥാനത്ത് എനിക്കിപ്പോൾ ബാക്കോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഹോം ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോം പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ അത്യാവശ്യം ഹെവി ഉള്ളതാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ iOS ഒക്കെ ആണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നതാണ്. ഇതിൽ ഞാൻ നേരെ ചെയ്ത പോലെ വീണ്ടും പ്ലേ ചെയ്ത് ഗ്രീൻ കളർ വരുന്നവരെ വെയിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ലാഗ് ഇല്ലാതെ റിവ്യൂ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോത്തെ ബേസിക് കാര്യങ്ങളായിട്ടുള്ള VN-അകത്തും CapCut-നകത്തും കാണുന്ന ബേസിക് ടൂൾസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പരിചയപ്പെട്ടുള്ളത്. വലിയ ടൂൾസിനെ പറ്റി വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പോരാ, കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ വേണ്ടി വരും. സോ അതിനെ പറ്റിയൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ അടുത്തുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.